പിള്ളേര് കരയുന്ന പിള്ളേര് കരയുന്നു. കണ്ടുകഴിഞ്ഞ മോനെ എന്താ അങ്ങവാടി പോവാ? ഒരെണ്ണം കൂടെ കണ്ടിട്ട് പോവാ. ഒരെണ്ണം കൂടെ ലാസ്റ്റ്. വൈകിട്ട് വന്നിട്ട് വരാം. എന്നാ അച്ഛൻ പറ്റോ? ഇത് വൈകിട്ട് വന്നിട്ട് തരണം. പത്തിക്കല്ലേ? ഇല്ല. പത്തിക്കത്തില്ലേ? ഇല്ല, പറ്റിക്കത്തില്ല. അമ്മയോട് പറഞ്ഞു കൊടുത്തേ. വാ. അത്താ, ഈ ലോറി എനിക്ക് വലുതാകുമ്പോ മേടിച്ചേ. വാങ്ങിച്ചാ കേട്ടോ. അംഗനവാടിയിലൊക്കെ ഞാൻ വെറുതെ പഠിക്കാൻ പോവാ. എനിക്ക് ചോദിക്കാൻ പോയാൽ മതി. ഞാനിങ്ങനെ ആയിരുന്നു കൊച്ചില്ല കേട്ടോ. അല്ല, ഇതെനിക്ക് ഇഷ്ടമാ. മോൻ വാങ്ങിച്ചു തരാം കേട്ടോ. ലോറി മേടിച്ചേ. മോൻ എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം. പാ, പെട്ടെന്ന് പോണം. പാ. പാവക്കുട്ടി 500, 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 പാവക്കുട്ടി 500. അങ്ങവാടി പോണ്ടേ? ബാ. അത്തനല്ലേ പറഞ്ഞത് എന്ത് വേണേലും മേടിച്ചതാണ്. ആന വേണം. ഇന്ന് ആനയുടെ പുറത്തിന്ന ഞാൻ അംഗനവാടി പോന്നെ. അള വാങ്ങിച്ചു തന്നാലോ? എന്നാ ഞാൻ നാളെ അംഗനവാടി പോവാലോ? മോൻ ഇന്ന് വൈകിട്ട് വീട്ടിൽ വരുമ്പോ ഈ പാവക്കുട്ടി വീട്ടിൽ കാണും. പോരെ? ഉറപ്പാണോ? ഉറപ്പ്. അപ്പൊ ഫോണും പാവക്കുത്തിയും തതുവേ? തരാം കേട്ടോ. വാ. ഇനി ഞാൻ വീട്ടിൽ വരുമ്പോ ഈ ആനക്കുട്ടി അവിടെ ഇല്ലെങ്കിലുണ്ടല്ലോ, അച്ഛന് തീരുമാനിക്കാം ഹോസ്പിറ്റലിൽ പോന്നോ അതോ മൊബൈൽ കഥയിൽ പോന്നോന്ന്. ഏത് വേണം? എന്ത് ഹോസ്പിറ്റലിൽ? ഞാൻ കടഞ്ഞ് അങ്ങ് പനി ഉണ്ടാക്കും അച്ഛാ. അപ്പൊ മൊബൈൽ കട? അതിപ്പോ ഞാൻ അച്ഛന്റെ മൊബൈലിൽ എറിഞ്ഞ് അപ്പതേ പൊത്തിക്കുമല്ലോ. അപ്പൊ കടയിൽ പോകണ്ടേ? മേടിക്കണം. ആ പാവക്കുട്ടി 500, പാവക്കുട്ടി 500, പാവക്കുട്ടി 500, പാവക്കുട്ടി 500. ലോ ക്വാളിറ്റിയാ. ഇയാളെ തീരുമാനിച്ചത് എത്രടാ? വിളിച്ചു പറഞ്ഞ കേട്ടില്ലായിരുന്നോ? 500. ഞാൻ ഒരെണ്ണം എടുക്കുവോ? 250 കൊണ്ടുവരാം. വെച്ചിട്ട് പോടോ. ഒരു തുണി ഇച്ചിരി പഞ്ഞി മൊഴിയാണോ? 500 രൂപ. വെച്ചിട്ട് പോടേ. നമ്മുടെ അവിടെ ഒരുപാട് കടകളുണ്ട്. അവിടെ പോയി മേടിയിരുന്നാ. പിന്നെ ഇവിടെ ഒരു പയ്യൻ ഇങ്ങനെ വെയിലത്ത് ഇന്ന് വിൽക്കുന്ന കണ്ടപ്പോ സഹായിക്കാതെ വെച്ച്. പിന്നെ എന്റെ വലിയ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. പിന്നെ എന്റെ വീട്ടിലെ കൊച്ചിന് പാകുട്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് മാത്രമാ. പോട്ടെ. 260 ഒന്നേക്ക് പോട്ടെ. വെച്ചിട്ട് പോടോ. ഇത് എവിടെ ആ മേക്ക് ചെയ്ത് നമുക്ക് അറിയാം. ചൈന ഇല്ലയോ? കൂടി വന്ന 250 രൂപയാണ്. ഇതൊക്കെ വെക്ക. നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട. 270 തരുവോ? ഇല്ല. ഓ നമുക്ക് വേണ്ടോ? വേണ്ടെങ്കി വേണ്ട. തിരിച്ചെങ്ങാണോ വിളി. പാവക്കുട്ടി 500, പാവക്കുട്ടി 500, പാവക്കുട്ടി 500. തത്തയല്ലയോ? പാവക്കുട്ടി 500, 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 പാവക്കുട്ടി 500. എടേ, ആ പയ്യൻ 275 രൂപ പറഞ്ഞില്ലേ? ആ പയ്യന് വരേ കച്ചവടം നോക്കട്ടെ. ഏത് പയ്യൻ? അതുകൊണ്ട് ആ പയ്യന് സാധനം കൊടുക്കാൻ നോക്ക്. എനിക്ക് പണി ചെയ്യാൻ പോണം. എനിക്ക് വേണ്ടിട്ടൊന്നും അല്ല. അമ്മാമ്മയെ നിർബന്ധിച്ചപ്പോ 275. കൂടി പോട്ടെ. കച്ചവടം നടക്കട്ടെ. ആരായിരുന്നു? അമ്മാവന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലയോ? അമ്മാവൻ 500 രൂപ 1 രൂപ പറയത്തില്ല. നമ്മുടെ നാട്ടിലെ പയ്യനല്ലയോ കച്ചവടം ചെയ്ത് വിജയിക്കട്ടെ വെച്ച അഹങ്കാരം. കുറച്ച് അഹങ്കാരം ഉള്ളതാ. ചുമ്മാലെ രക്ഷപ്പെടാതെ ഈ സൈഡ് വെച്ചുള്ള കച്ചവടം ഒക്കെ ഉണ്ടല്ലോ നിയമവിരുദ്ധ. ആരെങ്കിലും കൊണ്ട് ഒരു കേസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാ പഞ്ചായത്തിൽ ആള് വരും ഒക്കെ എടുപ്പിച്ചിട്ട് കളയും. ഞാനങ്ങ് സഹിച്ച്. ഇയാൾ ഓടെ 280 കൊടു. മക്കളെ, അമ്മൂമ്മയുടെ പേര് ഭവാനി അമ്മ. മക്കളെ കണ്ടാലേ നന്മയുള്ള മുഖമുള്ള മകനാ. കാണിച്ചേ മക്കളെ എല്ലാവർക്കും നല്ലപോലെ സഹായിക്കുമല്ലേ? മക്കള് ഈ പാവയുണ്ടല്ലോ 280 രൂപയ്ക്ക് അമ്മൂമ്മയ്ക്ക് ഇങ്ങത്താ. 280? അതിന് ഞാൻ വിലയൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ മക്കള് വിലയൊന്നും പറഞ്ഞില്ല. മക്കളുടെ മുഖം കണ്ടപ്പോ ആ വിലയാ തോന്നിയത് അമ്മൂമ്മയ്ക്ക്. തള്ളപോയെ തള്ളയെന്നാ ഈടാ നിന്നെ കണ്ടാലേ അറിയാം നീ ഒരു കാലത്തും
കുണം പിടിക്കുന്നത്. എടാ കുണം പിടിക്കാത്തവനെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എടാ കുണം പിടിക്കാത്തവനെ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കല്ലെന്ന്. നീ നശിച്ചു പോകത്തേ ഉള്ളടാ, നിന്റെ കച്ചവടം നടക്കാതെ പോകത്തേ ഉള്ളു. എടാ വല്ല മീശയെന്ന് വല്ല വാങ്ങിക്കട ഇറക്കാം. നാണമില്ലാത്തവനൊക്കെ ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നത്? എടാ എടാ നീ കച്ചവടം ഇല്ലാതെ പോകത്തേ ഉള്ളടാ. പന്നനെ നീ ചെവിന്ന് വിളിക്കോ, ആർക്ക് പാവ കൊടുത്താലും നിനക്ക് ഈ പാവ കിട്ടത്തില്ല. ഇറങ്ങിക്കോ മോളെ. ചേട്ടാ ഇതെന്റെ പെങ്ങളാണേ, ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാവേ. എനിക്ക് പേടിയാ. നീ അങ്ങോട്ട് നിന്നോ. ചേട്ടാ നോക്കിയോണേ, ഞാൻ അപ്പുറത്തെ വരെ ഒന്ന് പോയിട്ട് വരാം. ചേട്ടാ ഇത് പാവക്കുട്ടിയാണോ? കണ്ടിട്ടെന്തോ തോന്നുന്നു. ഇത് കൊടുക്കാനാണോ? അല്ല, കണ്ടോണ്ടിരിക്കും. 280 കൊടുക്കും ഏട്ടാ. കൊടുക്കേട്ടാ 280. എടാ നാണം കെട്ടവനെ, നിനക്ക് ഈ വിഗും ഈ സാമാനവും മേടിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ സാമാനം മേടിച്ചുകൂടായിരുന്നോ? മനസ്സിലായില്ലയോ? ഈ താഴെ വീണ പാവ 200 രൂപയ്ക്ക് കൊടുക്കുവോ? ഒരു കാര്യം ചെയ്യാം, 499 രൂപയ്ക്ക് താ. എനിക്കല്ലേ ഉറക്കം വരത്തില്ല, ഒരു രൂപയെങ്കിലും കുറച്ച് എനിക്ക് താ. 499 താ, എനിക്ക് പറ്റത്തില്ല. പൈസ ഗൂഗിൾ പേ ചെയ്യാ. നീ ഏരിയ കണ്ടെങ്കിലും പോ. ലാഭത്തിന് കിട്ടിയടാ. അവൻ 500 രൂപ വെച്ചു, ഞാൻ 199 എനിക്ക് വാങ്ങിച്ചു. അമ്മടാ കളി ഇവിടെ വികളല്ലേ, വികളല്ലേ. അല്ല പിന്നെ വീട് പോയിട്ട് മോനു മോന് പറഞ്ഞ പാവക്കുട്ടി. അയ്യോ അച്ഛൻ ഇത് വേഗം കൊണ്ടുവന്ന് എന്തായാലും കാര്യമായി. ഞാനിത് എറിഞ്ഞ് പൊത്തിക്കാൻ തുടങ്ങുമായിരുന്നു. ഇപ്പൊ ഓക്കെ ആയില്ലയോ? ഇത് മാത്രമല്ലല്ലോ പറഞ്ഞു, മറ്റേ സാധനം എന്തേ? ആശുപത്രി വേണോ ഫോൺ കഥ വേണോ? പതാ രണ്ടും വേണ്ട, ഇപ്പം കൊണ്ടുവരാം. 10 മിനിറ്റ് ഇല്ല, ഞാൻ ഇത് പൊത്തിട്ട്. ഡോറബിച്ച് ബാഗ് നല്ല ഇനം ഡോറബിച്ച് ബാഗ് മാത്രമല്ല, സൂപ്പർമാൻ ഉണ്ട്, സ്പൈഡർമാൻ ഉണ്ട്, ബാറ്റ്മാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഡോറബിച്ച് ബാഗ് ഹൈ ക്വാളിറ്റി ബാഗ് സാർ. 500 ഹൈ ക്വാളിറ്റി ബാഗ് സാർ. വേണോ 200 ഹൈ ക്വാളിറ്റി ബാഗ് ഹൈ ക്വാളിറ്റി ബാഗ് വിളിക്കുന്നുണ്ടോ? എന്തോ പച്ചാ? ആ മോനെ 200 രൂപയ്ക്കല്ലേ ബാഗ് പറഞ്ഞേ? മക്കളൊരു 210 രൂപയ്ക്ക് ബാഗ് ഇങ്ങോട്ട് കൊടുക്കാൻ.